എവരിവൺ, കെമിക്കൽ കൈനറ്റിക്സിലെ ഒരു പേടി സ്വപ്നമാണ് ടേബിൾ ടൈപ്പ് ചോദ്യങ്ങൾ. അത് ഭയങ്കര ലെങ്തി ആണെന്നും സമയമെടുത്ത് കുറേ സ്പേസ് എടുത്തിട്ടൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നതെന്നൊക്കെയാണ് എല്ലാവരും പറയുക. പക്ഷേ ഇത് നമുക്ക് വളരെ ചെറിയ ഒരു സമയത്തിനുള്ളിൽ വളരെ മിനിമം സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു മാജിക് ഫോർമുല തരുവാണ്. ഇത് ടേബിൾ ടൈപ്പ് ചോദ്യങ്ങളിൽ മാത്രമല്ല, മറ്റ് വെറൈറ്റി ഓഫ് ചോദ്യങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ്. നമ്മുടെ ഫോർമുല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കോൺസെൻട്രേഷൻ ബിക്കം ഹൗ മെനി ടൈംസ് എന്ന് ചെക്ക് ചെയ്യുക. പവർ എൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്. ആൻഡ് ഈസ് ഈക്വൽ ടു റേറ്റ് ബിക്കം ഹൗ മെനി ടൈംസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. പക്ഷെ വെറുതെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമേ ഞാൻ നമുക്കൊരു ചെറിയ ട്രെയിനിങ് തരാം. ഓക്കെ, സോ നോക്കിയേ, ഞാനിവിടെ 2 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഡീകോഡ് ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ പവർ എക്സ് ബി പവർ വൈ സി പവർ സെഡ് എന്നുള്ളതാണ് നമ്മുടെ റേറ്റ് ലോ ഇക്വേഷൻ. എന്നിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. അതിനകത്ത് എയുടെ കോൺസെൻട്രേഷൻ 3 മടങ്ങാക്കുന്നു. അപ്പോൾ റേറ്റിൽ മാറ്റമൊന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്ന റേറ്റ് തന്നെയാണ് അവസാനം ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ബിയും സിയും ഒന്നും മാറുന്നില്ല കേട്ടോ. എയുടെ മാത്രം കോൺസെൻട്രേഷൻ 3 മടങ്ങാക്കി, റേറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയുടെ ഓർഡർ എത്രയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനവിടെ ചെയ്യുന്ന നോക്കിയേ, കോൺസെൻട്രേഷൻ ബിക്കം ഹൗ മെനി ടൈംസ്. കോൺസെൻട്രേഷൻ എത്ര മടങ്ങായി? 3 മടങ്ങ്. പവർ എൻ ഈസ് ഈക്വൽ ടു റേറ്റ് എത്ര മടങ്ങായി? റേറ്റിന് ഒരു മാറ്റമില്ല, 1 മടങ്ങ്. സോ ഐ വിൽ റൈറ്റ് 1. 3യുടെ എത്രാമത്തെ പവറാണ്? 1. സോ എന്നിൻ്റെ വാല്യൂ വരും 0. ഇത് എയുടെ കേസ്. അപ്പോൾ എയുടെ ഓർഡറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി 0. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ബിയുടെ കാര്യം നോക്കാം. ഇതേപോലെ ബിയുടെ മാത്രം കോൺസെൻട്രേഷൻ 2 മടങ്ങായി, റേറ്റും 2 മടങ്ങായി. അപ്പോൾ കോൺസെൻട്രേഷൻ എത്ര മടങ്ങായി? കോൺസെൻട്രേഷൻ ബിക്കം 2 ടൈംസ് പവർ എൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓൾസോ ബിക്കം 2 ടൈംസ്. 2 പവർ എൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 1 ആണ് വരിക അല്ലേ. സോ എൻ ഈസ് ഈക്വൽ ടു 1. അടുത്ത സിയുടെ കാര്യം നോക്കാം. സിയുടെ കോൺസെൻട്രേഷൻ 2 മടങ്ങാക്കുന്നു. കോൺസെൻട്രേഷൻ ഓഫ് സി ബിക്കം 2 ടൈംസ്. കോൺസെൻട്രേഷൻ ബിക്കം 2 ടൈംസ് പവർ എൻ. റേറ്റ് 4 മടങ്ങാവുന്നു എഴുതിയിരിക്കുന്നത് അല്ലേ. റേറ്റ് 4 മടങ്ങാവുന്നു എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ 2 പവർ എൻ ഈക്വൽ ടു 4. എന്നിൻ്റെ വാല്യൂ എത്ര വരും? 2ൻ്റെ സ്ക്വയർ ആണ് 4. സോ എന്നിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എയുടെ പവർ അതായത് എക്സിൻ്റെ വാല്യൂ 0 ആണ്. ബിയുടെ പവർ അല്ലെങ്കിൽ ബിയുടെ ഓർഡർ വാല്യൂ വൈ ഈസ് ഈക്വൽ ടു 1 ആൻഡ് സെഡിൻ്റെ വാല്യൂ 2 എന്നും വരും. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു വൈ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു സെഡ്. അതുപോലെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ എടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ പവർ എക്സ് ബി പവർ വൈ സി പവർ സെഡ്. എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും പവർ വാല്യൂ കണ്ടുപിടിക്കണം. നോക്കിക്കേ, ആദ്യം നമുക്ക് എയുടെ തന്നെ ചെയ്ത് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് എ 3 മടങ്ങാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. റേറ്റ് 27 മടങ്ങായി. സോ കോൺസെൻട്രേഷൻ ബിക്കം 3 ടൈംസ് പവർ എൻ ഈസ് ഈക്വൽ ടു റേറ്റ് ബിക്കം 27 ടൈംസ്. 3യുടെ എത്രാമത്തെ പവറാണ്? 27 ക്യൂബ് അല്ലേ. സോ എൻ വാല്യൂ 3 ആണ്. ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് എ എക്സ് ഈസ് ഈക്വൽ ടു 3. ഇതുപോലെ ബിയുടെ കേസ് നമുക്ക് നോക്കിയാലോ. കോൺസെൻട്രേഷൻ ഓഫ് ബി 16 മടങ്ങാവുന്നു. പവർ എൻ റേറ്റ് 4 മടങ്ങാവുന്നു. 16ൻ്റെ റൂട്ട് അല്ലേ 4 എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഓർഡർ വാല്യൂ അതായത് വൈ എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. സെയിം മെത്തേഡ് നമുക്ക് സിയുടെ കാര്യം കൂടെ നമുക്ക് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് സി 2 മടങ്ങാവുന്നു. സോ സി ബിക്കം 2 ടൈംസ് പവർ എൻ. റേറ്റ് 16 മടങ്ങാവുന്നു. 2ൻ്റെ എത്രാമത്തെ പവറാണ്? 16. 4th പവർ അല്ലേ. സോ എൻ വാല്യൂ ഈസ് ഈക്വൽ ടു 4 ഹിയർ വിച്ച് ഈസ് സെഡ്. ഇപ്പോൾ നോക്കിയേ, എയുടെയും ബിയുടെയും സിൻ്റെയും ഒക്കെ ഓർഡർ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഈ ഒരു മോഡൽ ചോദ്യം മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്, മറ്റൊരു വെറൈറ്റി ഓഫ് ചോദ്യം കൂടിയുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. ദെൻ വിൽ ഗോ ടു ആക്ച്വൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യം നോക്കുക. ഇവിടെ നമുക്ക് റേറ്റ് ലോ ഇക്വേഷൻ തന്നിട്ടുണ്ട്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ പവർ 2 ബി പവർ 3 സി പവർ 1. റേറ്റ് ലോ ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നതാണ് എയുടെ കോൺസെൻട്രേഷൻ 2 മടങ്ങായി, ബിയുടേത് 3 മടങ്ങും, സിയുടെ കോൺസെൻട്രേഷൻ അങ്ങനെ തന്നെ വെച്ചു എന്ന് വിചാരിക്കുക, കീപ്പിംഗ് സി കോൺസെൻട്രേഷൻ സെയിം. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്ര മടങ്ങാവുന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ എഴുതുന്നു. റേറ്റ് എത്ര മടങ്ങാവുന്നു? കോൺസെൻട്രേഷൻ ഓഫ് എ 2 മടങ്ങാവുന്നു. അതിൻ്റെ പവർ വാല്യൂ നമുക്കറിയാം 2 ആണ്. എയുടെ പവർ വാല്യൂ നമുക്കറിയാം 2 ആണ്. ഇൻറ്റു ബിയുടെ കോൺസെൻട്രേഷൻ 3 മടങ്ങാണ്. അതിൻ്റെ പവർ വാല്യൂ നമുക്കറിയാം 3. സോ 3 പവർ 3 ഇൻറ്റു സിയുടെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ടൈമേ ആക്കുന്നുള്ളൂ. അതിൻ്റെ പവർ വാല്യൂ 1 തന്നെയാണ്. സോ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. 3 ക്യൂബ് 27. 4 ഇൻറ്റു 27 108 മടങ്ങായിരിക്കും നമ്മുടെ റേറ്റ് ആവുക. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ചോദ്യം കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി പവർ 2 ക്യൂ പവർ ഹാഫ് ആർ പവർ 3 എന്നൊരു റേറ്റ് ലോ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പിയുടെ കോൺസെൻട്രേഷൻ നമ്മൾ 3 മടങ്ങാക്കുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പി ബിക്കം 3 ടൈംസ് പവർ വാല്യൂ 2. ക്യൂവിൻ്റെ കോൺസെൻട്രേഷൻ 4 മടങ്ങാവുന്നു, പവർ വാല്യൂ ഹാഫ്. ആറിൻ്റെ കോൺസെൻട്രേഷൻ 2 മടങ്ങാവുന്നു, പവർ വാല്യൂ 3. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രം. അപ്പോൾ എന്തായിരിക്കും വരിക? 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 4ൻ്റെ പവർ ഹാഫ് 2 ആണ്. 2 ക്യൂബ് 8 ആണ്. അപ്പോൾ
9 ഇൻറ്റു 8 72 ഇൻറ്റു 2 144 മടങ്ങായിരിക്കും നമ്മുടെ റേറ്റ് ആവുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് മോഡൽ ഓഫ് ചോദ്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഗോ ടു ആക്ച്വൽ ക്വസ്റ്റ്യൻസ്. നോക്കിയേ, ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. റേറ്റ് ലോ ഓഫ് എ ഗേഷ്യസ് റിയാക്ഷൻ എ പ്ലസ് ബി ഗിവിംഗ് പ്രൊഡക്ട്സ് ഈസ് ഗിവൺ ബൈ കെ ഇൻറ്റു എ പവർ 2 ബി പവർ 1. അപ്പോൾ നമുക്ക് റേറ്റ് ലോ ഇക്വേഷൻ തന്നിട്ടുണ്ട്. റേറ്റ് ലോ ഇക്വേഷൻ എന്ന് തന്നിരിക്കുന്നത് ആർ ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പവർ 2 ബി പവർ 1. വോളിയം ഓഫ് ദ റിയാക്ഷൻ വെസൽ ഈസ് സഡൻലി ഡബിൾഡ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് വിൽ ഹാപ്പൻ? വോളിയം ഡബിൾ ആകുമ്പോൾ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും? എന്നാലോചിച്ച് നോക്കി. വെൻ വോളിയം ബിക്കം ഡബിൾ കോൺസെൻട്രേഷൻ ബിക്കം ഹാഫ് അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ പകുതിയായി. ഒരാളുടെ മാത്രമല്ല, എൻ്റെയും ബീൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ പകുതിയായി. അപ്പോൾ റേറ്റ് എത്ര മടങ്ങാവും? നിങ്ങൾ ആലോചിക്കുക, റേറ്റ് എത്ര മടങ്ങാവും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഇങ്ങനെ എഴുതാണ്, ആർ ബിക്കംസ് എയുടെ കോൺസെൻട്രേഷൻ പകുതിയായി, കോൺസെൻട്രേഷൻ ഓഫ് എ ബിക്കം ഹാഫ്. പവർ വാല്യൂ, എയുടെ പവർ വാല്യൂ നമുക്കറിയാം 2 ആണ്. ബിയുടെ കോൺസെൻട്രേഷനും പകുതിയായി, കാരണം റിയാക്ഷൻ വെസൽ വോളിയം ഡബിൾ ആവുന്ന സമയത്ത് രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ പകുതിയാവും. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ പകുതിയാവുന്നു, ബിയുടെ പവർ വാല്യൂ 1 ആണ്. സോ ഓവറോൾ 1/2 പവർ ക്യൂബ് എന്ന് വരും, അല്ലെങ്കിൽ ബേസിക്കലി 1/8 എന്ന് വെച്ചാൽ നമ്മുടെ റേറ്റ് എത്ര മടങ്ങാവും? ഇനിഷ്യലി ഉണ്ടായിരുന്നതിൻ്റെ 1/8 ടൈംസ് ആയി മാറും. അപ്പോൾ അത് പറയുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. യു ക്യാൻ ക്ലിയർലി സി ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ദ ഓവറോൾ റേറ്റ് വിൽ ഡിക്രീസ് 8 ടൈംസ് ഓഫ് ദ ഒറിജിനൽ വാല്യൂ. നൗ അൾട്ടിമേറ്റ്ലി വി ആർ കമ്മിങ് ബാക്ക് ടു അവർ ടേബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഞാനൊരു 3 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തത് AAPMT 2010 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എയുടെ കോൺസെൻട്രേഷൻ്റെ ബിയുടെ കോൺസെൻട്രേഷൻ്റെ അനുസരിച്ച് റേറ്റ് മാറുന്ന രീതിയിൽ 4 എക്സ്പെരിമെൻ്റൽ സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ 0.1 0.1, പിന്നെ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എയിനെ പറ്റി പഠിക്കാനാണെങ്കിൽ വെൻ യു വാണ്ട് ടു ലേൺ അബൌട്ട് എ, നമ്മൾ ബീനെ എന്താക്കി വെക്കണം? കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തെയും നാലാമത്തെയും എക്സ്പെരിമെൻറ്റിൽ ബിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് 0.1. അപ്പോൾ ബി അവിടെ കോൺസ്റ്റൻ്റ്, എ എന്തായി നോക്കി? എ 4 മടങ്ങായി. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും? എയിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ബീനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്ന സിറ്റുവേഷൻ നോക്കി. ബി കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത് ഫസ്റ്റ് 1 ആൻഡ് ഫോർത്ത് 1ലാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ബി കോൺസ്റ്റൻ്റ് ആണ്, എയുടെ കോൺസെൻട്രേഷൻ 4 മടങ്ങാവുന്നു. സോ കോൺസെൻട്രേഷൻ ഓഫ് എ ബിക്കം 4 ടൈംസ് പവർ n. റേറ്റ് എത്ര മടങ്ങായി നോക്കിയേ? റേറ്റ് ബിക്കം 6ൻ്റെ 4 മടങ്ങാണ് 24. സോ 6 ഇൻറ്റു 10⁻³ 4 മടങ്ങാണ് 2.4 ഇൻറ്റു 10⁻², അല്ലെങ്കിൽ 24 ഇൻറ്റു 10⁻3. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ 4 മടങ്ങാവുന്നു, റേറ്റ് 4 മടങ്ങാവുന്നു. കറക്റ്റ് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് എ 4 മടങ്ങാവുന്നു, റേറ്റും 4 മടങ്ങാവുന്നു. സോ റേറ്റും 4 മടങ്ങായി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എൻ വാല്യൂ വിൽ ബി 1 എന്ന് വെച്ചാൽ എയുടെ ഓർഡർ വാല്യൂ 1. ഇത്രേ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഇതുപോലെ നമുക്ക് ബിയുടെ കാര്യം കൂടെ നോക്കിയാലോ. സോ ബിയുടെ കേസ് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ ആരെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം? എയിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എയുടെ കോൺസെൻട്രേഷൻ സെയിമാണ് എക്സ്പെരിമെൻറ്റ് നമ്പർ 2 and 3. ഇനി ബിയുടെ കോൺസെൻട്രേഷൻ എത്ര മടങ്ങാവും നോക്കിയേ? ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആവുന്നു. കോൺസെൻട്രേഷൻ ഓഫ് ബി ബിക്കം 2 ടൈംസ് പവർ n ഈക്വൽ ടു റേറ്റ് എത്ര മടങ്ങാവും നോക്കിയേ? 7.2ൻ്റെ 4 മടങ്ങാണ് 28.8. അപ്പോൾ 7.2 ഇൻറ്റു 10⁻², 4 മടങ്ങാണ് 28.8 ഇൻറ്റു 10⁻², അല്ലെങ്കിൽ 2.88 ഇൻറ്റു 10⁻1. സോ റേറ്റ് ബിക്കം 4 ടൈംസ്. അപ്പോൾ 2ൻ്റെ എത്രാമത്തെ പവറാണ്? 4. സെക്കൻഡ് പവർ അല്ലേ? സോ എന്നിൻ്റെ വാല്യൂ 2 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, എയുടെ പവർ വാല്യൂ 1, ബിയുടെ പവർ വാല്യൂ 2. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏത് വരും? ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് ദ ഡി ഓപ്ഷൻ ഹിയർ. ഒരു ചോദ്യം കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. A2 + B2 ഗിവിംഗ് 2AB. അതിൻ്റെ റേറ്റ് ലോ ഇക്വേഷൻ തന്നിട്ടുണ്ട് K ഇൻറ്റു A2 പവർ A B2 പവർ B. ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു A2 ആൻഡ് B2 കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് A2ൻ്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ A2ൻ്റെ ഓർഡർ കണ്ടുപിടിച്ചാലോ. അപ്പോൾ നമ്മൾ B2നെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. B2ൻ്റെ കോൺസെൻട്രേഷൻ സെക്കൻഡ് ആൻഡ് തേർഡ് എക്സ്പെരിമെൻറ്റിൽ ഇവിടെ B2ൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആവുന്നു, റേറ്റും ഡബിൾ ആവുന്നു. 0.1 നിന്ന് 0.2ലേക്ക് ഡബിൾ ആവുന്നു, 0.04 നിന്ന് 0.08ലേക്കും ഡബിൾ ആവുന്നു. സോ കോൺസെൻട്രേഷൻ ഓഫ് എ ബിക്കം 2 ടൈംസ് പവർ n. റേറ്റ് ഓൾസോ ബിക്കം 2 ടൈംസ്. എന്നിൻ്റെ വാല്യൂ 1 എന്ന് വരും. പരിപാടി കഴിഞ്ഞു. ഇനി B2ൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ B2ൻ്റെ ഓർഡർ നോക്കിയാലോ. B2ൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ A2നെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ ഇവിടെ A2 കോൺസ്റ്റൻ്റ് ആവുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും എക്സ്പെരിമെൻറ്റിലാണ്. A2ൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. B2ൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡബിൾ ആവുന്നു. ദ കോൺസെൻട്രേഷൻ ഓഫ് B2 ബിക്കം ഡബിൾ. അപ്പോൾ B2ൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ എന്താ പറ്റുക? കോൺസെൻട്രേഷൻ ബിക്കം 2 ടൈംസ് പവർ n. റേറ്റോ 0.04 നിന്ന് 0.08ലേക്ക്. റേറ്റ് ഓൾസോ ബിക്കം 2 ടൈംസ്. എന്നിൻ്റെ വാല്യൂ പിന്നെയും വരും 1. അപ്പോൾ A2ൻ്റെയും B2ൻ്റെയും ഓർഡർ വാല്യൂ 1 എന്നായിരിക്കും വരിക. ബോത്ത് വാല്യൂ വിൽ ബി 1 ആൻഡ് അവർ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1.
ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. 2014 AIPMTക്ക് വന്നൊരു ചോദ്യമാണിത്. ഈ ചോദ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ആൻസേഴ്സ് നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളിപ്പോൾ കണ്ട സമയത്ത് നമ്മുടെ ചോദ്യങ്ങളെല്ലാം വളരെ മിനിമൽ ടൈമിൽ, മിനിമൽ സ്പേസിൽ, മിനിമം എഫേർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഏതെങ്കിലും കോൺസെപ്റ്റുകളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. ഞാനത് അടുത്ത സെഷൻസിൽ നിങ്ങൾക്ക് വേണ്ടി ക്രാക്ക് ചെയ്ത് തരാം. Okay, so see you again. Bye bye.